രണ്ട് ഇൻസിഡൻസ് ഓർത്തു. ഒരു പ്രാവശ്യം എൻ്റെ ബോണ്ടിലൂടെ വിത്ത് പേഴ്സൺസ് വിത്ത് എ പർട്ടിക്കുലർ പേഴ്സൺ എൻ്റെ ബോണ്ട് ടു മേക്ക് ഇറ്റ് ബെറ്റർ ആദ്യം കുറച്ച് പരിത്യാഗം ചെയ്തു. വൺസ് both of us were together, the other person and me were together, and we had a difference of opinion. അപ്പോൾ ആദ്യം വിട്ടുകൊടുത്തു, പക്ഷെ അത്ര ചെയർഫുൾ ആയിരുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം രണ്ട് പേരിങ്ങനെ വന്നപ്പോൾ ഒരു ചെറിയ കാര്യത്തിലായിരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ ബുക്ക് നേരത്തെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞു, അതായത് ലെറ്റ് ഗോ. ഇഫ് യു ആർ ലെറ്റിംഗ് ഗോ യു ഷുഡ് ലെറ്റ് ഗോഡ്. നമ്മൾ ഒരെണ്ണം വിട്ടുകൊടുക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും അത് എത്തണ്ടേ. ദൈവം അത് നമ്മൾ വെറുതെ വിട്ടുകൊടുത്തു എവിടെ എത്തിയില്ലെങ്കിലോ അല്ലേ. അതാ പറയണത്, എല്ലാം ഗോഡ് സെൻറ്റേഡ്, ദൈവത്തിനെ പ്ലീസ് ചെയ്യാൻ അല്ലെങ്കിൽ ദൈവത്തെ പ്രതി അങ്ങനെ നമ്മുടെ ഉദ്ദേശ്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉന്നതങ്ങളിലായിരിക്കണം. അപ്പോൾ തന്നെ ചിരി വരും അല്ലേ. അൽഫോൻസമ്മ വിശുദ്ധരൊക്കെ സഹിച്ചത് എങ്ങനെയാണ്? ദൈവത്തിനെ നോക്കിയിട്ട്. മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടാനാണോ, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനാണോ, മറ്റുള്ളവരെ കാണിക്കാനാണോ ഞാൻ ഭയങ്കര സ്പിരിച്വലാന്നൊക്കെ അല്ലേ. നമ്മളുടെ ഈ ഡ്രസ്സിൻ്റെ കളർ തന്നെ കണ്ട് ചിലർ ഇതൊക്കെയാണോ കളറ്, കാവി കളറൊക്കെയല്ലേ വേണ്ടേ അല്ല ഉപവസിക്കുക. അങ്ങനെ ഒരു ഡ്രൈ വേണ്ട. നമുക്കിങ്ങനെയാണ് ഇൻസ്പിറേഷൻ കിട്ടിയത്, ഫ്രഷായിട്ട് നല്ല ജോയ്ഫുള്ളായിട്ട്. ഓക്കെ, അല്ല ഒന്നും ഒരു ഇങ്ങനത്തെ ഒരു പരിഹാരം ഒന്നും ചെയ്യാത്തോണ്ടാണോ നിങ്ങൾ ഇത്ര ഹാപ്പി? because of that അതിന്റെ ഗ്രംബ്ലിംഗ് പറഞ്ഞ അത് ആദ്യം വന്നു ഈ വ്യക്തിയുടെ കൂടെ. എന്തിനാ ഈ വ്യക്തി ഡിഫറൻസ്, ഈ വ്യക്തി കേട്ടാ മതിയില്ലേ. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ച് ബി ലോലി അത് ചെയ്താൽ മതി, സെൽഫ് ഒന്ന് ഡിനൈ ചെയ്താൽ മതി. എൻ്റെ വഴികൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ രീതികൾ, ഞാൻ പഠിച്ച വഴികൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചിട്ടില്ല. അതാണ് ചിരിക്കാൻ പറ്റാതെ. ചിലപ്പോൾ ദൈവം പറയും നീ ഇത് പിടിക്കുക, അപ്പോൾ പിടിച്ചോ, അപ്പോൾ അധികം ടെൻഷൻ വരില്ല അല്ലേ. കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ പിടിച്ച പിടിയിൽ പിടിക്കും. ഞാൻ എൻ്റെ എല്ലാം പിടിക്കുന്നത്, അതുകൊണ്ട് സന്തോഷത്തോടെ പിടിക്കാൻ പറ്റും. ദൈവം പറയും പിടിക്കുക എന്ന് പറയുമ്പോൾ പിടിക്കണ്ടേ. ദൈവം പിടിക്കുക എന്ന് പറയുമ്പോൾ അയ്യോ സെൽഫ് ഡിനൈലാന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. ദൈവം പിടിക്കാൻ പറഞ്ഞ പിടിച്ചോ, പക്ഷെ നീ സ്വന്തമായിട്ട് ഇങ്ങനെ നിൻ്റെ ഇത് പിടിക്കുകയാണെങ്കിൽ അതൊന്ന് വിടണം. സ്വന്തം വാശികൾ, ദുർവാശികൾ, പിടിവാശികൾ, സ്റ്റബൺനെസ്, അതൊക്കെ നമ്മളൊന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സന്തോഷം. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇത് ചെയർഫുൾ ആയിട്ട് ചെയ്തു. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വീണ്ടും വന്നു. അപ്പോൾ അത് ചെയർഫുള്ളായിട്ട് മദർ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം ദൈവത്തിൻ്റെ ഒരു സ്ഥാനം കൊടുത്തു. അല്ലെങ്കിൽ ഫസ്റ്റ് ഐ ഡോണ്ട് ഗിവ് ഗോഡ്, ഐ ജസ്റ്റ് സെഡ് ഒരു ഗ്രംബ്ലിംഗ് പെരുപ്പെരുത്ത് ഐ ഹാവ് ടു ബി ലോലി അങ്ങനെ എന്തായാലും ചെയ്തു. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ഈ സെൽഫ് ഡിനയൽ ചെയർഫുള്ളായിട്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഫലം കണ്ടു. ആ വ്യക്തിയോട് നല്ലൊരു ബോണ്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ആശ്രമത്തിൽ വരുന്നതിൻ്റെ മുന്നേ ഒത്തിരി സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. സംസാരിക്കാതിരിക്കാനേ പറ്റത്തില്ലായിരുന്നു, അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു മടുപ്പും ഇല്ലായിരുന്നു സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴൊരു കാര്യം, ഇത്രയധികം വാക്കുകൾ അതെങ്ങനെയാന്ന് എനിക്ക് ഹൃദയത്തിന്റെ നിറവെന്നാണ് അതിലും ഹൃദയത്തിൽ ഇത്രയധികം വാക്കുകൾ അതുപോലെ സംസാരിക്കുമായിരുന്നു. കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് ഇവിടെ വൊക്കേഷൻ ചേച്ചി ഇവിടെ വന്നപ്പം രാവിലെ തൊട്ട ഉച്ച വരെ ആരോടും മിണ്ടില്ല, നോട്ടത്തിലൂടെ മിണ്ടത്തില്ല, വായിലൂടെ മിണ്ടത്തില്ല, എക്സ്പ്രഷനോ ഒന്നുമില്ല. അപ്പം ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ, അപ്പം ഉള്ളിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ തന്നെ എന്നോട് തന്നെ ഇവര് സംസാരിച്ചാൽ എന്താ ആദ്യത്തെ ആഴ്ചയൊക്കെ ഇത് എങ്ങനെയാ സംസാരിക്കാതിരിക്കണ്ടേ, എങ്ങനെയാ സിസ്റ്റർമാരെയൊക്കെ നോക്കുമ്പോൾ ഇവര് നല്ല പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഈശോയ്ക്ക് ആരാധനാസ്തുതിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നടക്കും. എനിക്കിതൊന്നും പറ്റുന്നില്ല. പക്ഷേ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഉള്ളിലെ സംസാരം തനിച്ച് നിൽക്കാൻ തുടങ്ങി. ഞാൻ ദൈവവചനം വായിക്കാൻ തുടങ്ങി. ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത് ദൈവവചനം വായിക്കാൻ. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. അപ്പോൾ പക്ഷെ സൈലൻസ് ആണ്. പക്ഷെ ഇവിടെ പുറത്തെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറില്ല. അതാണ് മെയിനായിട്ട്. നമ്മൾ പുറത്തുള്ള കാര്യങ്ങൾ ഒന്നും സംസാരിക്കില്ല. പരദൂഷണമില്ല.
അപ്പം ദൈവവചനം വായിക്കാൻ തുടങ്ങി 1-2 ആഴ്ചയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ ഇത് കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പൊ എവിടെയാ സെൽഫ് ഡിനൈ ചെയ്തത്? ഞാൻ എൻ്റെ സെൽഫിനെ ഡിനൈ ചെയ്ത് ആദ്യം ഉള്ളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അയ്യോ ഇത് ശരിയല്ലല്ലോ, ഞാനിത് പുറമെ സംസാരിക്കുന്ന അകത്ത് സംസാരിക്കുന്ന സെയിം അല്ലേ എന്നുള്ളൊരു ബോധ്യം കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പം തന്നെ കട്ട് ചെയ്യാൻ തുടങ്ങി സെൽഫിനെ. ഇപ്പം സംസാരിക്കാം വേണ്ട വേണ്ട അങ്ങനെ കട്ട് ചെയ്യാൻ തുടങ്ങി. എപ്പോഴാണ് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുക? ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അപ്പോഴും സംസാരിക്കണം, ആരെങ്കിലും കേൾക്കണം അല്ലേ? കേട്ട് നോക്കി അപ്പം പിന്നെ സംസാരിക്കാം. ചിലർ രണ്ടും കൂടി ചെയ്യുന്നവരുണ്ട്, കേൾക്കും സംസാരിക്കും. അവരെ പറ്റിയല്ല പറഞ്ഞ നമ്മൾ കൂടുതൽ ഗുഡ് ലിസണേഴ്സായി വരും തോറും നമുക്ക് നമ്മുടെ സംസാരം കുറയും. പരിശുദ്ധ അമ്മയുടെയൊക്കെ ഇങ്ങനെ അവൻ പറയുന്നത് ചെയ്യുക. അപ്പോൾ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാ പറഞ്ഞുകൊണ്ടിരിക്കുക, അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, സത്യമുള്ളവരും സ്നേഹമുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ഞാനിരുന്ന് കേൾക്കാം. സത്യമുള്ളവരും സ്നേഹമുള്ളവർ മാത്രം കേട്ടോ, ബാക്കിയുള്ളവർ പറഞ്ഞ് കേൾക്കാനല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ ദൈവവചനം വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുകയാണ്. ആദിമേ ശബ്ദ ഥാ, ശബ്ദ വചനം മിസ് ശബ്ദം കേൾക്കേണ്ടതാണ്. അപ്പോൾ ദൈവവചനം കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ സംസാരം. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ഇപ്പൊ പുതിയ ആൾക്കാർ ആരെങ്കിലൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ സൈലൻസ് ആയിട്ട് ഇരിക്കുമ്പോ എൻ്റെ ഉള്ളിൽ എനിക്കിപ്പം ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്. ഉച്ചവരെയുള്ള കാര്യത്തിൽ വായിക്കൂടെയുള്ള സംസാരം പൂർണ്ണമായിട്ടും അല്ല എങ്കിലും അത് വന്നതിനേക്കാളും ഒത്തിരി വ്യത്യാസം വന്നു. ഇപ്പം എക്സ്പ്രഷനും അതുപോലെ തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദൈവവചനം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനയോ എപ്പോഴും വായിലിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കാൻ തന്നെയുള്ള സംസാരവും മറ്റുള്ളവരോടുള്ള ഒരു സംസാരവും ആ സെൽഫിനെ ഞാൻ കട്ട് ഓഫ് ചെയ്യാൻ തുടങ്ങി. കട്ട് ഓഫ് ഇത് വേണ്ട, ഇപ്പൊ സംസാരിക്കണ്ട. പിന്നെ അതുപോലെ തന്നെ കൊയിഞ്ഞോ ഡിസിപ്ലിൻ അല്ലേ, സെൽഫ് ഡിസിപ്ലിൻ, അടക്കങ്ങൾ അല്ലേ, അച്ചടക്കങ്ങൾ വേണ്ട. എനിക്ക് സൈനിക പരിശീലനം പോലെ സെൽഫ് ട്രെയിനിങ്, നോ ഡോണ്ട് ടോക്ക്, വേറൊരാൾ പറയാൻ നിൽക്കണ്ടല്ലോ. അത് നല്ലൊരു പ്രാക്ടീസാണ് സെൽഫ് ഡിസിപ്ലിൻ. അപ്പോൾ ഡിസിപ്ലിന് വേണ്ടിയിട്ട് നമ്മൾ ചിലത് ഡിനൈ ചെയ്യും. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, താല്പര്യമുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് വയ്ക്കുക അല്ലേ. മനുഷ്യനാണ് അങ്ങനത്തെ ഒരു ഫ്രീ വില്ല് തന്നിരിക്കുന്നത്, വേണ്ടാന്ന് വയ്ക്കാനും വേണമെന്ന് വയ്ക്കാനും. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കണ്ടേ, നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഉപയോഗിക്കണ്ടേ. ചിലത് വേണ്ടാന്ന് വയ്ക്കണം, ചിലത് വേണമെന്ന് വയ്ക്കണം. നമ്മളായിട്ടൊരു ചോയ്സ് എടുക്കണം, ഡെസിഷൻ എടുക്കണം, സ്റ്റെപ്പ് എടുക്കണം. ഓക്കെ. I have this habit of mixing everything and eating the food. So എല്ലാം അതുപോലെ എല്ലാതും കൂടിക്കൊഴിഞ്ഞിട്ടായിരിക്കും കൂട്ടി കുഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് തുടക്കത്തിലൊക്കെ ഓക്കെ, എവറിബഡി അഡ്ജസ്റ്റഡ് വിത്ത് മൈ ബിഹേവിയർ. പക്ഷേ വേറൊരാളുടെ പ്ലേറ്റിൽ നോക്കരുതെന്ന്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ട്രൈ ഈറ്റിംഗ് വിതൗട്ട് മിക്സിങ് എവറിഥിങ്, അത് സെപ്പറേറ്റ് ആക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബിക്കോസ് കുറേ ഇത്ര വർഷം ഒരു വൺ വേ ഓഫ് ഹാവിങ് ദ ഫുഡ് അത് മാറ്റുമ്പോൾ ഒരു ഇത് വരും. ബിക്കോസ് ദ ഇൻസ്റ്റന്റ് തിങ് ഈസ് ടു പുട്ട് എവറിഥിങ് ടുഗെദർ. പക്ഷേ now after yes and like this mixing the food അപ്പോൾ ആ ഒരു കാര്യം ശരിക്കും അത് ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. now also I'm learning it when I do it, but then I could take that step. Okay, when I'm serving the food I'd keep it separate. So it was anything wrong? അത് പാപക്കെയാണോ? No, it is not a sin. But then through the classes I got to know that this mixing thing will affect my spiritual life also. എല്ലാം കൂട്ടി മിക്സിങ് അല്ല. ഇപ്പോൾ നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ ചിലതൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്യേണ്ടി വരും, ഒരു ചട്നി. മിക്സിങ് ഈസ് ഓക്കെ, പക്ഷേ എപ്പോൾ എങ്ങനെ എന്ത് ആവശ്യത്തിന് വേണ്ടി മിക്സ് ചെയ്യുന്നു, എല്ലാം കൂടി കൂട്ടിക്കൊഴിക്കുന്ന മിക്സിങ് ആണ് പറ്റാത്തത്. ചിലതിന് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു മിക്സിങ് കറക്റ്റ് അറിയില്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പ്രൊഡക്റ്റായിട്ട് മാറും, എല്ലാം കൂടി മിക്സ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഹാബിറ്റ്, കിട്ടിയതൊക്കെ മിക്സ് ചെയ്യാന്നുള്ള ഹാബിറ്റ് മാറും. Yes, one incident was when everybody was eating food and then
we had to give somebody else also. One person didn't get enough. So ആ കാര്യം വന്നപ്പോൾ if I have to give, how will I give if I have mixed everything? So that is not in a presentable state. So അപ്പോൾ എനിക്ക് ഒരു കുത്ത് വന്നു ഉള്ളിൽ, അയ്യോ now I'm not able to give anybody, see I've mixed everything. So ആ ഒരു കാര്യം വെച്ചിട്ട് എനിക്ക് തോന്നി, if I keep my things properly, then if somebody needs, I can give it to that person. Yes, good. അപ്പോൾ denied yourself. Okay, now let's see. Afterwards we will see. ഇതിപ്പോൾ ഡിനൈ ചെയ്തുകൊണ്ട് എന്ത് ഉപകാരം എന്നുള്ളത് കാണാം. അപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് ഡിനൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഷെയർ ചെയ്യണം. ഇനി ഡിനൈ ചെയ്തുകൊണ്ട് എന്ത് ക്രോസ് എടുക്കാൻ പറ്റി, എന്ത് കുരിശെടുക്കാൻ പറ്റി, എങ്ങനെ ഈശോയുടെ പിന്നാലെ പോകാൻ പറ്റി, അതും കൂടി കംപ്ലീറ്റ് ആക്കണം. അല്ലാതെ വെറുതെ സെൽഫ് ഡിനയൽ ചെയ്തിട്ട് എങ്ങോട്ട് പോയി, എന്ത് ഉപകാരം? ഓക്കെ. So before joining this ashram, wherever I sat, there was a cushion beneath. താഴെ എപ്പോഴും ഒരു cushion seated ആയിരുന്നു. അപ്പോൾ I think the first week after I joined the ashram, ഒരു ഹോളി മാസ് കൂടുന്ന സമയത്ത് the homily was a little bit extended. അപ്പോൾ we all had stools to sit on, like ഇങ്ങനെ ചാരി ഇരിക്കാൻ പറ്റില്ല, കുഷിനില്ല, കൈയില്ലാത്ത നോർമൽ സ്റ്റൂൾസ്. അപ്പൊ അതിലിങ്ങനെ ഇരുന്നപ്പോ അങ്ങനത്തെ സ്റ്റൂളുമില്ലല്ലേ ഇരിക്കുന്നത്. അപ്പോ ലൈക്ക് ഫ്രം ദ വേ ഐ വാസ് ബിഫോർ, ആ ഒരു സാഹചര്യം ലൈക്ക് ഒരു റിലീജിയസ് സെറ്റപ്പിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്. ദ ഹോംലീസ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കുർബാന നടക്കുന്നുണ്ട്, പക്ഷെ എനിക്കിപ്പോൾ എഴുന്നേക്കണം, എൻ്റെ മൂഡ് വാൻ എടുക്കുന്നുണ്ട്, എനിക്കിപ്പോൾ എഴുന്നേൽത്തേ പറ്റും. അപ്പോൾ ഇങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കടിക്കുക, ബിക്കോസ് അത്രയ്ക്ക് ഇങ്ങനെ സെൽഫ് ഡിനൈ ചെയ്തിട്ട് ശീലമില്ല. സോ എനിക്കിപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ വരാം. അപ്പോൾ ദേഷ്യം വന്നിട്ട് കണ്ണീന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ വിചാരിച്ചു അത്രയ്ക്കും ടച്ചിങ് ആണോ. ബട്ട് യെസ്, ഐ സാറ്റ് ദർ. ആ സാറ്റ് ദറാണ് ഞാനിങ്ങനെ, അത് വാസ് വൺ ഓഫ് ദ മെയിൻ ഫസ്റ്റ് സെൽഫ് ഡിനൈൽസ് ഐ തിങ്ക്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി അതിങ്ങനെ ഹെൽപ്പ് ആവാൻ തുടങ്ങിയായിരുന്നു. ആ നേരത്തെ വന്നൊരു അപ്പോൾ അങ്ങനെ ആയിരുന്നിട്ട് കർത്താവേ നിനക്ക് വേണ്ടിയാട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സ്റ്റൂളിൽ ഇരുന്ന് അത് പിന്നെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ദാറ്റ് വാസ് മൈ സെൽഫ് ഡിനയൽ എക്സ്പീരിയൻസ്. ഓക്കെ, അടുത്ത ഷെയറിങ്ങിൽ വി വുഡ് ലൈക്ക് ടു നോ ആ സെൽഫ് ഡിനയൽ ചെയ്തുകൊണ്ട് എന്ത് കുരിശെടുക്കാൻ പറ്റി, എങ്ങനെ ഈശോയുടെ പിന്നാലെ പോയെന്ന്. ഓക്കെ. ഞാൻ ആശ്രമത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആരംഭ കാലഘട്ടങ്ങളിൽ ഒരു ഏരിയ ആയിരുന്നു ഭംഗി നോക്കുന്ന ഏരിയ. എല്ലാതും ഭംഗിയായിട്ടിരിക്കണം. ഇപ്പോൾ കോളേജിൽ നിന്ന് വന്നിട്ടാണ് പിന്നെ ജോയിൻ ചെയ്യണം ഇവിടെ. അപ്പോൾ ആ സമയത്ത് ഈ യൂണിഫോം, ഞങ്ങളുടെ യൂണിഫോം ഇത് മൊത്തം കവേർഡായിട്ടുള്ളൊരു യൂണിഫോമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഭംഗി നോക്കണം, നല്ല ഡ്രസ്സ് നന്ന എല്ലാവരുടെയും പുറത്ത് നല്ല സെറ്റായിട്ടിരിക്കണം, ബാഹ്യമായ മോടി അങ്ങനെ വന്നാൽ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. എന്തെങ്കിലും ഒരു സാധനം ചുളിഞ്ഞിരുന്ന ഒരു അസ്വസ്ഥത, അതെങ്ങനെ ശരിക്കും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണെങ്കിൽ തേപ്പ് പെട്ടിയും തേക്കലൊന്നും ഇല്ല. ഇവിടെയാണെങ്കിൽ ചുളിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യം എല്ലാം കവർ ചെയ്തത് പ്രശ്നമില്ല. ഇന്നത്തെ കാലത്ത് ഒന്നും കവർ ചെയ്യാത്ത സ്ഥലത്ത് ഞങ്ങൾ ഭയങ്കര പ്രശ്നം. ഓക്കെ, പക്ഷെ ഇത് വൺസ് ഇതിന്റെ റിയലൈസേഷൻ, ഇത് സെൽഫ് ഡിനൈ ചെയ്തിട്ട് ഈ വസ്ത്രം, അതായത് യൂണിഫോം ധരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ മാറ്റം എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങിയത്. ദിസ് ഈസ് എ സെൽഫ് ഡിനൈ. എൻ്റെ ആഗ്രഹത്തിനെ കളഞ്ഞിട്ട് ഞാൻ ഇടുന്ന ഒരു വസ്ത്രം. ഇപ്പം എന്താ ആഗ്രഹം? ഇപ്പം അങ്ങനത്തെ ഇടണമെന്നാണ് ആഗ്രഹം, കോളേജിലിട്ടത്. അപ്പൊ ഇത് പിന്നെ ഇപ്പൊ സെൽഫ് ഡിനൈലാവില്ലേ? കാരണം ഇനിയിപ്പൊ ഇതല്ല ഇഷ്ടം. അന്നത്തെ സെൽഫ് ഡിനൈലിനെ പറ്റി പറയാണ്. ഓക്കെ. Forgive
church, crowned like a spouse, and adorned with every gift and blessing.